ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്കൂൾ യൂണിഫോം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ കുട്ടികൾക്ക് എത്ര മീറ്റർ തുണി വേണമെന്നൊക്കെ എഴുതി കട്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേരിലാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാനും അച്ഛനും ഇനി വേഗം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് മോഹിനിയാട്ടത്തിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കൽഹാരയിലെ. അപ്പോൾ ചേച്ചി എനിക്ക് ക്ലാസ് എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ മോഹിനിയാട്ടമൊക്കെ പൊടിതട്ടി എടുക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരുങ്ങാൻ നിൽക്കാം കേട്ടോ. ഞാൻ വേഗം പോയി കുളിച്ച് അത് ലിപ് ലൈനൊക്കെ ചെയ്തു. നോർമലി ഞാൻ ചെയ്യുന്ന യൂഷ്വൽ മേക്കപ്പിന് ചെയ്ത് ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു, ലിപ് ലൈനർ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് കഴിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ഫുഡായിരുന്നു. ചോറും പപ്പടവും അച്ചാറും പിന്നെ മത്തങ്ങാലിശ്ശേരി ആയിരുന്നു. അപ്പോൾ അതൊക്കെ വയറിൽ എന്താ പറയുക, വയറ് ഫുള്ളായിട്ട് നമ്മൾ തട്ടിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് വീണ്ടും ഇട്ട് സൺസ്ക്രീനും ഇട്ടു. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് സ്കിൻ കെയർ മാത്രമായിട്ട് വരണേ. ഇപ്പോൾ കാജലോണ്ട് ടൈറ്റ് ലൈനൊന്നും ചെയ്യാൻ നിന്നില്ല, കാരണം സമയമില്ല. നമുക്ക് 1:30ക്കാണ് ക്ലാസ് വരണേ. ഇപ്പം തന്നെ 1:25 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പൗഡറൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ വീണ്ടും മുടി തല കുളിച്ച കാരണമാണ് കേട്ടോ മുടി ഇങ്ങനെ ഇടണേ. അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി പോണിറ്റെയിലാണ് കിട്ടാറ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കുമ്പോഴും അത്ര വലിയ ഡിസ്റ്റർബ് ആവില്ല. അത് ഞാൻ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ തന്നെ എനിക്ക് 4 മണിക്ക് എൻ്റെ കുട്ടികളുടെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എത്തുന്നേക്കാളും മുന്നേ ഞാൻ വേഗം എത്തിയിട്ട് ക്ലാസ്സൊക്കെ അടിച്ചു വരി കുറച്ച് ഇലയുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ എത്തി. അപ്പോൾ അവർക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ തൊഴുതു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ധ്യാന ശ്ലോകമാണ് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ ധ്യാന ശ്ലോകമൊക്കെ പറഞ്ഞ് പിന്നെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡാൻസിലേക്ക് കിടക്കുക. അപ്പോൾ ഒരു 4 മണി വരെ 1 മണിക്കൂർ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പാവട്ടിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ VKG സിനിമാസിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫുഡ് അത്ര വലിയ രസം എന്ന് പറയാൻ അത്ര ഉണ്ടായിരുന്ന ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റിയും കുറച്ച് കുറവായിരുന്നു. ബട്ട് എന്താ പറയുക, വിശപ്പുള്ള കാരണം നന്നായി കഴിച്ചു കേട്ടോ. കാരണം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അത്ര എന്താ പറയുക അത്യാവശ്യം ടയർഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കഴിച്ചു. കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ഫുഡ് കഴിച്ചു കേട്ടോ. ഇപ്പോഴും എനിക്ക് നല്ല തലവേദന എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 ദിവസമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ വേഗം വീട്ടിലെത്തിയിട്ട് വേണം കിടന്നുറങ്ങാന്നുള്ള പ്ലാനിലാണ് ഇരിക്കണേ. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് കിടന്നുറങ്ങാൻ വെച്ചിട്ടാണ് ഇരിക്കണേ. പിക്കിൾ അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളപ്പോൾ ഗുഡ് നൈറ്റ്.